പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. 40 വർഷം അടിയൻ അങ്ങയുടെ തിരുസന്നിധിയിൽ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ വർഷാവർഷം ഞങ്ങൾ നടത്തിയ ലക്ഷോപലക്ഷം മനുഷ്യർ പങ്കിട്ട് പ്രാർത്ഥിച്ച ജപമാല ശക്തിയുടെ അടിസ്ഥാനത്തിൽ അങ്ങയുടെ മക്കളുടെ കണ്ണുനീര് ഏറ്റെടുക്കണമേ. ഇന്നത്തെ ദിവസത്തിന് മുഴുവൻ വേദനകളെ, മുഴുവൻ ഭാരങ്ങളെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളെ അങ്ങ് സുഖപ്പെടുത്തണേ കർത്താവേ. സുഖം പ്രാപിക്കാൻ നീ ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ച കർത്താവേ, അങ്ങയ്ക്ക് മനസ്സുണ്ട് എന്നെ സുഖമാക്കാൻ കഴിയുമെന്ന് പറഞ്ഞ കുഷ്ഠരോഗിയുടെ കൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എനിക്ക് മനസ്സുണ്ട്, നീ സൗഖ്യമുള്ളവനാവുകയെന്ന് നീ കുഷ്ഠരോഗിയോട് പറഞ്ഞു. വെള്ളമിളകുമ്പോൾ എന്നെ വെള്ളത്തിലേക്ക് എനിക്ക് ആരുമില്ലെന്ന് ബെത്സയിദയിലെ രോഗി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ നിനക്കുണ്ടെന്ന് നീ മറുപടി പറഞ്ഞു. ഞങ്ങളുടെ രോഗങ്ങളാണ് അവൻ ഏറ്റെടുത്തത്. പാപങ്ങൾക്ക് വേണ്ടി അവൻ പരിഹാരം ചെയ്തു എന്നല്ല ചെയ്ത കർത്താവേ, നിന്റെ പേരാണ് ഞങ്ങളുടെ രക്ഷകൻ എന്നുള്ളത്. നിന്റെ രക്ഷയുടെ വലതുകരം ഈ പ്രാർത്ഥന കൂടുന്ന കുടുംബങ്ങളെ വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ രക്ഷയുടെ ആണിപ്രതാർന്ന അത്ഭുതകരം രോഗങ്ങളെ വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ മക്കള് ഇന്ന് യാത്ര ചെയ്യുന്ന ഓരോ സ്ഥലങ്ങളും, അങ്ങയുടെ മക്കളെ ഇന്ന് ഒപ്പിടുന്ന ഓരോ രേഖകളും, അങ്ങയുടെ മക്കള് ഇന്ന് കൈമാറുന്ന രേഖകള് എല്ലാം നീ ആശീർവദിക്കണേ കർത്താവേ. ഓരോരോ വിഷയങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ മക്കൾ വേദനിക്കുന്ന വേദനകള്, വ്യക്തികളുടെ ഭീഷണികള്, ഓരോരോ കാര്യങ്ങള്, ടൈം ബൗണ്ടായിട്ട് നടക്കേണ്ട കാര്യങ്ങള്, രോഗബാധിതരെ, ടെസ്റ്റിന് ഓരോ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നവരെ, ബയോപ്സി കൊടുത്തിരിക്കുന്നവരെ, പ്രഗ്നൻ്റ് ആയിട്ടുള്ള ചേച്ചിമാരെ, ആശുപത്രിയിൽ പോകുന്നവരെ, മക്കൾ ആശുപത്രിയിൽ പോകുന്നവരെ, അവർക്കെല്ലാം ശുഭോദർക്കമായ മറുപടികളും റിസൾട്ടും കിട്ടാൻ, രോഗങ്ങളൊന്നുമില്ല, കുഞ്ഞും അമ്മയും സുഖമാണെന്ന് കേൾക്കാൻ കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ തിരുസ അങ്ങയുടെ നാമത്തിൽ കൊതിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ പ്രസാദിക്കട്ടെ, ദൈവത്തിൻ്റെ കരുണ പ്രസരിക്കട്ടെ. ഉച്ചമുതൽ ഉള്ളംകാലം വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. എല്ലാ കോശങ്ങളിലും പേശികളിലും കർത്താവിൻ്റെ രക്തം പടരട്ടെ. ഇന്ന് കയറുന്ന ഓഫീസുകൾ, ഇന്ന് കയറുന്ന എഴുതുന്ന പരീക്ഷകൾ, ഇന്ന് വരുന്ന റിസൾട്ടുകൾ, ഇന്ന് വരുന്ന ഇമെയിലുകൾ, ഇന്ന് വരുന്ന മറുപടികളെല്ലാം കർത്താവ് നിനക്ക് തരുന്ന അനുഗ്രഹമായി മാറട്ടെ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിലെ നീ സഞ്ചരിക്കുന്ന വഴികൾ, നീ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ, നീ സംസാരിക്കുന്ന വ്യക്തികൾ, നിനക്ക് കിട്ടുന്ന ഉത്തരങ്ങൾ, നീ പ്രതീക്ഷിക്കുന്ന എല്ലാ നന്മകളും നിന്റെ ദൈവം നിനക്ക് പ്രദാനം ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിൽ നീക്കുവാമേ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ.
അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു അത്ഭുതം നടന്നേ. മിറക്കിൾ എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഒരു വഴിനടത്തൽ. അതായത് ഒരു മോള്, ഇതിപ്പോൾ എല്ലാ ദിവസവും ആൾക്കാരെ കാണുന്നുണ്ടല്ലോ, വ്യാഴാഴ്ചയും കാണത്തില്ല, ഞായറാഴ്ചയും കാണത്തില്ല, ബാക്കി എല്ലാ ദിവസവും കാണുന്നുണ്ട്. പക്ഷെ നിങ്ങൾ നേരത്തെ അച്ഛൻ ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം. എനിക്ക് ചില സമയത്തേക്ക് എമർജൻസി ആയിട്ടൊക്കെ ചില സമയത്ത് ഞാൻ ആബ്സെൻ്റായി പോകും. എന്തെങ്കിലും ഭയങ്കര കൊടിയ ഉത്തരവാദിത്തം വരുമ്പോഴും അങ്ങനെ വരണത് കേട്ടോ, അല്ല ആവശ്യം ബോധപൂർവം സ്കൾക്ക് ചെയ്യത്തില്ല. അപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ, ഈ ഞാനൊരു ചിലരൊക്കെ നമുക്കിതിൽ വീഡിയോ ഇടുന്നുണ്ടേ. ഞാൻ ഈ ആൾക്കാരുടെ സങ്കടങ്ങൾ മാതാവിൻ്റെ അടുത്ത് കൊണ്ടുപോയി വെച്ച് വിശ്വപ്രമാണം ചൊല്ലി, പിന്നെ അത് എൻ്റെ പ്രത്യേക പ്രാർത്ഥന ചൊല്ലിയൊക്കെ പ്രാർത്ഥിക്കാതില്ലേ. അപ്പം ചില നിരീശ്വരന്മാരോ അല്ലെങ്കിൽ യുക്തിവാദികളോ അല്ലെങ്കിൽ വേറെ ഈ ക്രിസ്തീയ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരൊക്കെ ഇത് കാണുമ്പോൾ വേറെ അവർക്ക് അവർ പറയുന്നത് തട്ടിപ്പാണ് പറ്റിപ്പാണെന്നൊക്കെ പറഞ്ഞ ഒരു വീഡിയോ ഇടും. ഞാനതൊന്നും ശ്രദ്ധിക്കത്തില്ല. കാരണം വെച്ചാൽ ഞാൻ എൻ്റെ ബോധ്യങ്ങളിൽ എല്ലാം എൻ്റെ ആയിരക്കണക്കിന് നാടുകളിലെ അനുഭവങ്ങൾ കൊണ്ടല്ലേ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യണം. അപ്പം ഞാനൊന്നും ശ്രദ്ധിക്കത്തില്ല. കാര്യം എനിക്ക് ജനങ്ങളുടെ കണ്ണുനീര് ഈ ഉടമ്പടിയൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പും ഞാൻ ജനങ്ങളുടെ കൂടെ തന്നെയായിരുന്നു. അവിടെ കണ്ണുനീരും അവിടെ വിഷയങ്ങൾ കേൾക്കുകയും, അപ്പം എൻ്റെ മനസ്സ് എപ്പോഴും അതിന് സമാധാനം ഉണ്ടാകണം, മനുഷ്യർക്ക് ആശ്വാസം ഉണ്ടാകണം. അത് ദൈവത്തിൽ തന്നെ വേണമെന്നാണ് എൻ്റെ നിർബന്ധം. അല്ലാതെ വേറെ ഒരു ആശ്വാസം അവർ പ്രാപിക്കണമെങ്കിൽ ദൈവത്തിലും തന്നെ വേണം. ദൈവത്തിൽ ഇതിനെല്ലാം ആശ്വാസം ഉണ്ട് എന്നുള്ള ബോധ്യം എനിക്ക് പണ്ടുമൂലേ കിട്ടിയിട്ടുള്ളതാണത്. അതുകൊണ്ട് അപ്പം ഞാൻ ഈ വിഷയത്തിൽ കർത്താവിന് ഇടപെടാൻ കഴിയും. അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾക്കൊന്നും എനിക്ക് യാതൊരുവിധ ആരും എന്നെ തടുക്കത്തില്ല. അത്രയും ആന്തരിക ബോധ്യത്തിലാണ് വിഷയം ചെയ്യുന്നത്. ഈ ദിവസങ്ങളൊരു സംഭവം ഉണ്ടായിട്ട്, ഒരു മോള് അവളുടെ പിരിഞ്ഞുപോയ ഭർത്താവ്, അയാൾ വേറെ കല്യാണം കഴിച്ചു. ഇപ്പം ഭയങ്കര സങ്കടവും വേദനയുമാണ്. അത് കേസായി. ആ കേസ് അവൾക്ക് ജയിക്കണം. അതിന് അവൾ എൻ്റെ അടുത്ത് ഈ ഭർത്താവിൻ്റെ ഫോട്ടോയാണ് തരണത്. അപ്പം അത് ആ കുഞ്ഞിൻ്റെ സങ്കടം കണ്ട നമ്മുടെ ചങ്കലച്ച് പോകും. ഞാനിത് മാതാവിൻ്റെ അടുത്ത് കൊണ്ടുപോയി വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ അമ്മ എനിക്കൊന്ന് നോട്ട്, ഈ കുഞ്ഞ് തോക്കുമെന്നാണ്, കേസ് തോക്കുമെന്നാണ്. അപ്പം അതിനൊക്കെ കൂടുതൽ പ്രശ്നമായി. ഞാൻ മകളോട് പറഞ്ഞു, മകളെ ഈ കേസ് നീ തോക്കുമെന്നാണല്ലോ മനസ്സിലാക്കണത് കാര്യം. എന്നിട്ട് ഞാനൊരു കാര്യം അമ്മ എൻ്റെ മനസ്സിൽ തോന്നിച്ച കാര്യം ഞാൻ അവളോട് ചോദിച്ചു. പറഞ്ഞേ, നീ വേറെ ചെറുക്കനുമായിട്ട് നിൽക്കുന്ന ഫോട്ടോ കോടതി പ്രസൻറ്റ് ചെയ്യുമെന്നാണ് കേൾക്കണമെന്ന് പറഞ്ഞു. അപ്പം അതാണ് എനിക്ക് കിട്ടിയ നോട്ട്, അമ്മയുടെ അടുത്ത് ചെന്നപ്പോൾ കിട്ടിയ നോട്ട് തന്നെ പ്രാർത്ഥിക്കണം. അപ്പോൾ ഞാനങ്ങനെ അവളോട് ചോദിക്കണത് ഭയങ്കര സങ്കോചത്തിലാണെങ്കിലും എനിക്ക് ചോദിക്കാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആ കുഞ്ഞ് എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ, അച്ഛാ ഇയാൾ പോയല്ല, അവർ വേറെ കല്യാണം കഴിച്ച് താമസിക്കുകയാണ്. ഞാനും അതുകൊണ്ട് എനിക്കും കല്യാണം കഴിക്കണമല്ല. വീട്ടുകാരപ്പോൾ ഒരു ആലോചന കൊണ്ടുവന്ന് ഞാൻ അങ്ങനെ ആ കല്യാണം സമ്മതിച്ചതാണ്. അപ്പം ഞങ്ങൾ സ്റ്റുഡിയോയിൽ പോയി ഫോട്ടോ എടുത്തതാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഈ ഫോട്ടോ നിന്നെ ചതിക്കും എന്ന് വെച്ചാൽ, അപ്പോഴുടനെ അവൾ പറഞ്ഞ്, അത് അച്ഛൻ പറഞ്ഞു ശരിയാ, കാര്യം പിരിഞ്ഞുപോയ ഭർത്താവ് തന്നെയാണ് ഈ പുതിയ കല്യാണക്കാര്യം ആലോചിച്ച് ഒരു ചെറുക്കനെ കൊണ്ടുവന്നത് എന്ന് പിന്നീട് എനിക്ക് മനസ്സിലായെന്ന്. ആ കല്യാണം നടന്നില്ല, പക്ഷെ ആ ഫോട്ടോ ഇവിടെ കല്യാണം കഴിച്ചു എന്നും പറഞ്ഞ് കോടതിയിലോട്ട് കൊടുക്കാനുള്ള ഉദ്ദേശമാണ്. അതിൻ്റെ അടുത്ത കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ രേഖകളൊന്നുമില്ലല്ലോ, രജിസ്ട്രേഷൻ ഒന്നും നടന്നിട്ടില്ല, രേഖകളൊന്നുമില്ല. പക്ഷെ എങ്കിലും ഒരു സംശയം ഉന്നയിക്കാൻ
ഇവളുടെ മേൽ ഒരു ആരോപണം ഉന്നയിക്കാൻ അത് ആ ഫോട്ടോ മതിയാവും. പക്ഷെ ഞാൻ അപ്പം ഞാൻ പറഞ്ഞു, നീ ഉള്ള കാര്യം ജഡ്ജിനോട് പറയണം, അല്ലെങ്കിൽ അങ്ങനെ പറയാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടാക്കാൻ പറ്റും തീർച്ചയായിട്ടും. ഞാൻ കോടതിയിൽ 2-3 കേസിനൊക്കെ പോകുമ്പോൾ ഒരു വക്കീല ആൾക്കാർ ജഡ്ജിനോട് സംസാരിക്കണം. കഴിഞ്ഞ ആഴ്ചയിൽ എനിക്കൊരു കേസുണ്ടായി. കടൽ കയറിയപ്പോൾ ഗവൺമെൻറ് ശ്രദ്ധിക്കാതെ വന്നപ്പോൾ ഞാൻ ജനങ്ങളോട് സമരത്തിന് പോയ കേസാണ്. അപ്പം അത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കണം എപ്പോഴും. അപ്പോൾ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എനിക്ക് വക്കീലുണ്ട്, പക്ഷെ ഒരു അപ്പച്ചൻ വന്നിട്ട് പ്രായമുള്ള ആളാണ്, എനിക്ക് വക്കീലൊന്നുമില്ല സാറേ, എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞിട്ട് നേരിട്ട് സംസാരിക്കും, ജഡ്ജുമായിട്ട് മജിസ്ട്രേറ്റുമായിട്ട് നേരിട്ട് സംസാരിക്കും. അപ്പം അതൊക്കെ നടക്കും അപ്പോൾ കോടതിയിൽ. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, നീയുള്ള കാര്യം പറയണം, അപ്പോൾ അവർക്കത് മനസ്സിലായിക്കൊള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ എന്നാൽ ഞാൻ ചിന്തിച്ചതേ, നമ്മൾ ദൈവം സ്നേഹമാണെന്നൊക്കെ പറയുമ്പോഴേ ദൈവം എന്തുമാത്രമാണ് മനുഷ്യനെ കരുതണമെന്ന് ഞാൻ അങ്ങനെ ചിന്തിച്ചു. ഞാൻ ഞെട്ടിപ്പോയി. കാര്യം ആ കേസ് തോക്കരുത് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. കാര്യം അവൾ ചതിക്കപ്പെട്ടതാണ്. അപ്പോൾ തോക്കാനുള്ള മാർഗങ്ങൾ അവൾ തന്നെ അറിയാതെ ഉണ്ടാക്കി വെച്ചിട്ട്, കാരണം അമ്മ ആ വിഷയം പറയണതാണ്, ഇങ്ങനെ പോയി അത് തോക്കാൻ സാധ്യതയുണ്ടെന്ന് പറയണ. അപ്പം നമ്മൾ ഓർക്കും ദൈവം ഇങ്ങനെ വലിയ ഈ നിലം തൊടാത്ത വലിയ കാര്യമാണ് പറയണത്. അല്ല, നമ്മൾ ഭൂമി ചവിട്ടി നിൽക്കുന്ന ഒരു ജീവിതമാണ് നമുക്കുള്ളത്. ഇപ്പം നമ്മളോട് ഇൻട്രാക്ട് ചെയ്യുന്ന ദൈവവും നമ്മുടെ ഭൂമി ചവിട്ടി നിന്നുകൊണ്ടാണ് നമ്മുടെ വിഷയങ്ങൾ ഇടപെടുന്നതെന്ന് ഓർക്കണം. അപ്പം എൻ്റെ മക്കൾ എന്നത് എപ്പോഴും അവിടെ അതാണ് കുഴഞ്ഞ ചേറ്റിൽ നിന്ന്. 40-ാം സങ്കീർത്തനം 40:2 ഭീകരമായ ഗർത്തത്തിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവിടുന്ന് എന്നെ കരകയറ്റി എന്റെ പാദങ്ങൾ പാറയിൽ ഉറപ്പിച്ചു കാൽവയ്പുകൾ സുരക്ഷിതമാക്കി. അപ്പൊ ദൈവത്തിന്റെ പണിയാണ്. എന്താണ്? ഇപ്പം നമ്മളെ ഭൂമിയിൽ ചവിട്ടി നിൽക്കുന്ന ഒരു ജീവിതം നമുക്കുള്ളത്. നമ്മളെ രക്ഷിക്കാനും അനുദിനം കണ്ണുനീരൊപ്പാനും നമ്മുടെ ദൈവവും നമ്മുടെ ഭൂമി ചവിട്ടി നിൽക്കുകയാണ്. ആ ദൈവത്തിലെ ആശ്രയിക്കുന്നത് കൊണ്ടാണ് അവിടുന്ന് നമ്മുടെ ജീവിതത്തെ പാറയിൽ ഉറപ്പിച്ചു. എന്നുവെച്ചാൽ ആ ദൈവവചനം അനുസരിച്ച് ജീവിക്കണത് പാറയിൽ കാലുറച്ച് ചവിട്ടണ തുല്യമാണ് ശരിക്കും പറഞ്ഞത്. ഒന്നുമില്ലെങ്കിൽ ഇപ്പം കഴിഞ്ഞ കാലങ്ങളിൽ അങ്ങനെയായി. പക്ഷേ ഈ കാലങ്ങളിൽ നീ ദൈവത്തിലേക്ക് തിരിച്ചു വന്നെങ്കിലും കർത്താവ് നീ നശിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിൻ്റെ ഒരാളെ അതാണ്, എൻ്റെ നിർമ്മലൻ അഴിഞ്ഞു പോകാൻ അനുവദിക്കത്തില്ലെന്നൊരു വചനമില്ലേ? സങ്കീർത്തനം 16:10. അവിടുന്ന് എന്നെ പാതാളത്തിൽ തള്ളുകയില്ല. അങ്ങയുടെ പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കുകയില്ല. അതാണ് ദൈവം. നമ്മൾ ദൈവത്തിൻ്റെ ആളായി കഴിഞ്ഞാൽ നമ്മൾ അഴിഞ്ഞു പോകാനാ തകരാനാ ദൈവം അനുവദിക്കത്തില്ല. 1 മണിക്കൂർ നേരത്തെ ദൈവത്തിൻ്റെ ആളാകാൻ നോക്കുക. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ,
തിന്മയിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ തെളിഞ്ഞു മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എനിക്ക് മനസ്സിലായി, അന്ന് കൃപാസനം സഞ്ചാരി മാതാവാണ് അന്ന് അവിടെ എനിക്ക് പ്രത്യക്ഷപ്പെട്ട് എനിക്ക് എൻ്റെ കുഞ്ഞിന് ജീവൻ ഒരു കുഴപ്പവും കൂടാതെ തിരിച്ചു തന്നതെന്ന് ഞാൻ ഇന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനിവിടെ വന്ന് 2022 സെപ്റ്റംബർ 22 ഉടമ്പടി എടുത്തു. അപ്പോൾ ഞാൻ എൻ്റെ നിയോഗത്തിൽ എനിക്ക് ഒരുപാട് അസുഖങ്ങൾ, അതിനുശേഷം രണ്ടാമത്തെ സിസേറിയന് ശേഷം ഒരുപാട് അസുഖങ്ങൾ പിന്നീട് അങ്ങോട്ട് ഉണ്ടായി. 16 അന്ന് തുടങ്ങിയ തലവേദന, വിട്ടുമാറാത്ത തലവേദന. ഈ തലവേദന എന്തുകൊണ്ടാണെന്ന് ഡോക്ടേഴ്സിന് അറിയത്തില്ല. അതുപോലെ എല്ലാ ദിവസവും തലവേദന. അതിനുവേണ്ടി MRI ഒക്കെ ചെയ്തിട്ടുണ്ട്, എന്നിട്ടും കണ്ടുപിടിക്കാനായിട്ടില്ല. പിന്നീട് പ്രമുഖമായ ഒരു ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ മൈഗ്രെയിൻ ആയിരിക്കാമെന്ന് പറഞ്ഞു. അതിന് ചികിത്സ എടുത്തുകൊണ്ടിരുന്നു, ഒരുപാട് ടാബ്ലറ്റ്സ് കഴിച്ചു. തലവേദന ഇല്ലാത്തപ്പോഴെല്ലാം എനിക്ക് തല കറക്കം. അപ്പോൾ അതിനു വേണ്ടി വീണ്ടും പ്രമുഖമായ ആശുപത്രിയിൽ പോയി ഡോക്ടറെ കണ്ടപ്പോൾ മൈഗ്രെയിൻ അസോസിയേറ്റഡ് വെർട്ടിഗോ ആണെന്ന് പറഞ്ഞു. അതിനും ചികിത്സകൾ നടത്തി. കൂടാതെ അന്ന് മുതൽ എനിക്ക് ഡയബറ്റീസ് വന്നു. അന്ന് മുതൽ വേറൊരു ഹോസ്പിറ്റലിൽ പോയി, പ്രമുഖ ഹോസ്പിറ്റലിൽ പോയി ഡയബറ്റോളജിസ്റ്റിനെ കണ്ട് അതിനും മെഡിസിൻ എടുത്തു. ഈ 16 വർഷമായിട്ടും എൻ്റെ ഡയബറ്റീസ് കൺട്രോൾഡ് അല്ലായിരുന്നു. എപ്പോഴും നമുക്ക് ഡയബറ്റീസിൻ്റെ എല്ലാ പ്രശ്നങ്ങളും അനുഭവപ്പെട്ടിരുന്നു, കൺട്രോൾഡ് ആവാത്തത് കൊണ്ട്. കൂടാതെ എൻ്റെ അന്ന് മുതൽ എൻ്റെ കൈകളിലും കാലുകളിലും ചൊറിഞ്ഞു പൊട്ടി വിണ്ട് കീറി, കൈകളെല്ലാം തൊലിയെല്ലാം വിണ്ട് കീറുന്ന ഒരസുഖം. കൂടാതെ ഫാറ്റി ലിവർ, പിന്നെ കൂടാതെ എനിക്ക് യൂട്രസിലും ഓവറിയിലും സിസ്റ്റ്, ഇങ്ങനെ എല്ലാ തരത്തിലുള്ള അസുഖങ്ങളും. ഇതിനെല്ലാം ഓരോ പ്രമുഖ ഹോസ്പിറ്റലുകളിൽ പോയി പ്രമുഖരായ ഓരോ ഡോക്ടേഴ്സിനെ കണ്ട്, എറണാകുളത്തുള്ള മിക്കവാറും എല്ലാ ഹോസ്പിറ്റലിലും, തലവേദനയ്ക്ക് ഒരു ഹോസ്പിറ്റൽ, സിസ്റ്റിന് വേറെ ഹോസ്പിറ്റൽ, അങ്ങനെ എല്ലാ തരത്തിനും, ഡയബറ്റീസിന് വേറെ ഹോസ്പിറ്റൽ, അങ്ങനെ എല്ലാ പ്രമുഖരായ ഡോക്ടേഴ്സിൻ്റെയും ചികിത്സ നടത്തിക്കൊണ്ടിരുന്നു. 2017 സിസ്റ്റ് യൂട്രസ് റിമൂവ് ചെയ്യാനായിട്ട് ഡോക്ടേഴ്സ് നിർദ്ദേശിച്ച പ്രകാരം യൂട്രസും ഓവറിയും റിമൂവ് ചെയ്തു. അപ്പോഴും ആ പ്രശ്നങ്ങളെല്ലാം തീരുമെന്ന് വിചാരിച്ചു. അപ്പം ആ ഓപ്പറേഷന് ശേഷം എൻ്റെ ഈ ലെഫ്റ്റ് കഴുത്തിൻ്റെ ഭാഗത്തായിട്ട് എപ്പോഴും വേദന. അപ്പോൾ അത് പല ഡോക്ടേഴ്സിനെ കൊണ്ട് കാണിച്ചപ്പോൾ പറഞ്ഞു സ്പോണ്ടിലൈറ്റിസ് ആണെന്ന് പറഞ്ഞ് ആയുർവേദം, അലോപ്പതി, ഹോമിയോ, അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള ചികിത്സകളും തിരുമലും എല്ലാം നടത്തിയിട്ടും അതിനും ഒരു കുറവും ഉണ്ടായില്ല. 2022 ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം, ഉടമ്പടിയിൽ ഈ കാര്യമൊന്നും ഞാൻ വച്ചിരുന്നില്ല. എൻ്റെ ഈ ഇത്രയും അസുഖങ്ങളുണ്ടെങ്കിൽ പോലും ഞാൻ ഈ അസുഖങ്ങളൊന്നും ഉടമ്പടിയിൽ വച്ചിരുന്നില്ല. കാരണം ഞാൻ ഒരുപാട് ധ്യാനങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്, ഒരുപാട് പള്ളികളിൽ പോയിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എൻ്റെ കൂടപ്പിറപ്പാണെന്നുള്ള രീതിയിൽ, ഇതൊന്നും മാറാൻ പോകുന്നില്ല എന്നുള്ള രീതിയിൽ ഇതൊന്നും ഞാൻ വച്ചില്ല. ഞാൻ ഉടമ്പടിയിൽ വച്ച കാര്യങ്ങൾക്കല്ല ഇപ്പോൾ ഞാൻ സാക്ഷ്യം പറയുന്നത്. കൂടാതെ അന്ന് മുതൽ ഞങ്ങൾ 10 വർഷമായിട്ട് വേറെ വീട് വെച്ച് താമസിക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ മൂത്ത കുട്ടിയും ചെറിയ കുട്ടിയും തമ്മിൽ എന്തെങ്കിലും കാരണം പറഞ്ഞ് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും അവർ വഴക്കുണ്ടാക്കും. അപ്പം ഇതെന്താണ് ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നതെന്നോ ഒന്നും നമുക്ക് മനസ്സിലാവില്ല. അവർ വളരെ സ്നേഹത്തോടെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ കുറച്ച് നേരം കഴിയുമ്പോൾ വഴക്കിട്ട്
അടികൂടുന്നതാണ് കാണുന്നത്. അങ്ങനെ കുടുംബ സമാധാനം ഉണ്ടാവില്ല. എല്ലാ ദിവസവും വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ എനിക്ക് പേടിയാണ് ഇവർ വഴക്കിടുന്നതോർത്ത്. ഞാനിവിടെ വന്ന ഉടമ്പടിയിൽ ആ കാര്യം നിയോഗത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴവർ വളരെ സ്നേഹത്തോടെ ഒരിക്കലും അതിനുശേഷം വഴക്കിടുന്നതായിട്ടോ ഒന്നും ശ്രദ്ധയിൽപ്പെടുന്നില്ല. നമ്മൾ എപ്പോഴും അവർ സ്നേഹത്തോടെ ഇരുന്ന് സംസാരിക്കുന്നതാണ് കാണുന്നത്. അത് വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. എനിക്ക് ഇത്രയും അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഉടമ്പടിയിൽ വച്ചിരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ ഇവിടെ വന്ന് ഞാൻ എല്ലാ മാസവും ഇവിടെ വരാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. എപ്പോഴോ എനിക്ക് അറിഞ്ഞുകൂടെ എപ്പോഴാണ്. ഉടമ്പടി നേർച്ച വസ്തുക്കളെല്ലാം ഞാൻ പലപ്പോഴായി എപ്പോഴും തന്നെ ഉപയോഗിക്കാറുണ്ട്. ഇപ്പം ഞാൻ നോക്കുമ്പോൾ കുറേ 2-3 മാസങ്ങളായിട്ട് എനിക്ക് തലവേദനയോ തലകറക്കമോ വെർട്ടിഗോ ഇല്ല, തലവേദനയില്ല. ഈ ഷോൾഡറിലുണ്ട് 6 വർഷമായിട്ട് ഓപ്പറേഷന് ശേഷം ഉണ്ടായിരുന്ന ഈ കഴുത്ത് വേദന, സ്പോണ്ടിലൈറ്റിസ് മൂലമുള്ള വേദനകളില്ല. 16 വർഷമായിട്ട് കൺട്രോൾഡ് ആവാതിരുന്ന ഷുഗർ, എനിക്കിപ്പോൾ ഡയബറ്റീസ് കൺട്രോൾഡാണ്. അങ്ങനെ ഒരുപാട് അസുഖങ്ങൾ എനിക്ക് മാറിക്കിട്ടി. അതിന് മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. എനിക്ക് കിട്ടിയ ഒരു സാക്ഷ്യം പറയാനായിട്ടാണ് വന്നത്. ഞാൻ എൻ്റെ വീട് എറണാകുളം 2000, എൻ്റെ പേര് ഷീല, വീട് എറണാകുളം. 2022 നവംബർ മാസം 12-ാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുത്തത്. അത് കഴിഞ്ഞ് അതിനുശേഷം 3 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും പുതുക്കി. 9/3/23 പുതുക്കി. സാക്ഷ്യം ഇതാണ്. എനിക്ക് 24 വർഷമായി എൻ്റെ കക്ഷത്തിൽ ഒരു മുഴയുണ്ടായിരുന്നു. അത് ഡോക്ടറെ കാണിക്കാനോ ഒന്നിനും ഞാൻ മുതിർന്നില്ല. ഞാൻ എൻ്റെ ദൈവത്തിൽ വിശ്വസിച്ചു. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, എൻ്റെ ദൈവമേ, എൻ്റെ കുഞ്ഞുങ്ങളെ എനിക്ക് വളർത്തിയെടുക്കണം. അതിനുവേണ്ടി ഹോസ്പിറ്റലിൽ കയറാനോ ഇത് കൊണ്ടുപോയി കീറി പൊളിക്കാനോ എന്ന് എനിക്ക് സാധിക്കില്ല. അതുകൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കാൻ വേറെ ആരുമില്ല, എന്നെ സഹായിക്കാൻ ആരുമില്ലാത്തതാണ്. അതുകൊണ്ട് നീ ഇത് ഏറ്റെടുക്കണമേ. നീ പറഞ്ഞിട്ടുണ്ടല്ലോ ദൈവമേ, എൻ്റെ അടുക്കൽ വരുന്നവനെ ഒരു നാളും ഞാൻ തള്ളിക്കളയുകയില്ല എന്ന് എന്നരുളി ചെയ്ത വചനം ആവർത്തിച്ച് ചൊല്ലിക്കൊണ്ടേയിരുന്നു. ഓരോ ദിവസവും വെളുപ്പിനെ എൻ്റെ 4 മണിക്ക് എൻ്റെ കൊന്തയെല്ലുകയും തോന്നുന്ന സമയത്തെല്ലാം ഞാൻ കൊന്തയെല്ലിക്കൊണ്ടിരുന്നു. ആ 24 വർഷവും ഞാനിങ്ങനെ കൊന്തയെല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് കൃപാസനത്തെ പറ്റി അറിഞ്ഞതും. കൃപാസനത്തിൽ വരാൻ എനിക്ക് മാതാവേ, എന്നെ നീ ഒന്ന് അവിടെ നിന്ന് കൊണ്ടുപോയി, ഞാൻ വീട്ടു ജോലി എടുക്കണമായിരുന്നു. ആ വീട്ടു ജോലി അവിടെ നിന്നിട്ട് എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. മാതാവേ, നീ എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകും, നിൻ്റെ സന്നിധിയിലേക്ക് എന്നെ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ മാതാവിൻ്റെ അനുഗ്രഹത്തോടെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഇപ്പോൾ എനിക്ക് എന്നും ഞാൻ ഈ തൈലം പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. പ്രാർത്ഥിച്ച് ഇപ്പോൾ ഈ മുഴ പെട്ടെന്ന് അപ്രത്യക്ഷമായി. ഇപ്പോൾ എൻ്റെ കയ്യിൽ 24 വർഷമായ ഈ മുഴ ഇപ്പോൾ എൻ്റെ കക്ഷത്തിലില്ല. എന്നും ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതുപോലെ എൻ്റെ അയൽവക്കത്തെ ഒരു സാധാരണ സ്ത്രീയാണ്. അവർക്കും ജോലി ചെയ്യാൻ പാടില്ല, അവർക്ക് കാലുവേദനയായിട്ട് നടക്കാൻ പാടില്ലാതായിട്ട് ഞാൻ ഈ തൈലം കൊണ്ടുപോയി പുരട്ടി ഉപ്പും കൊടുത്ത് തേനും കൊടുത്ത് അവർക്ക് ഒറ്റ ദിവസം കൊണ്ട് അവർക്ക് പൂർണ്ണ സൗഖ്യം കിട്ടി. അവർ ജോലിക്ക് പോയി. പിന്നെ എൻ്റെ കുടുംബത്തിൽ പ്രാർത്ഥനയേ ഉണ്ടായിരുന്നില്ല. വർഷങ്ങളായി പ്രാർത്ഥനയില്ലാത്ത കുടുംബമായിരുന്നു എൻ്റേത്. ഞാൻ പ്രാർത്ഥനയില്ലെങ്കിലും എൻ്റെ കൂടെ ആരും വന്ന് പ്രാർത്ഥന ചൊല്ലില്ലായിരുന്നു. എന്നും ഞാൻ പ്രാർത്ഥിക്കും, ദൈവമേ, ഇവരെന്താണ് കർത്താവേ എൻ്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥന ചൊല്ലുന്നതെന്ന്. ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാവരും ഞങ്ങൾ ഒരുമിച്ച് ഇപ്പോൾ പ്രാർത്ഥനയെല്ലാനും ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനവും ഐശ്വര്യവും എല്ലാം ഞങ്ങൾക്ക് കിട്ടി. യേശുവേ നന്ദി. ഇതെല്ലാം തന്ന അമ്മയ്ക്കും ഈശോയ്ക്കും 1000 സ്തുതികളും നന്മകളും നേരുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ പേര് ആൻ്റണി, കോഴിക്കോട് ദേവഗിരി സെൻറ്റ് ജോസഫ് ഇടവയിൽ നിന്ന് വരുന്നു. ഞാൻ 2022 നവംബർ 10-ാം തീയതിയാണ് ഉടമ്പടി എടുത്തത്. എൻ്റെ സഹോദരി മൂലമാണ് ഞാൻ ഉടമ്പടിക്കാൻ വന്നത്. സഹോദരിക്ക് കിട്ടിയ അനുഗ്രഹം മൂലമാണ് ഞാൻ കൂടുതലും വരാൻ കാര്യം. അപ്പോൾ ഈ ഉടമ്പടിയെക്കുറിച്ച് നേരത്തെ പറഞ്ഞു കേട്ടണമെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല.
അപ്പോൾ സഹോദരി നവംബർ 10 2020 നവംബർ 10 ഇവിടെ സാക്ഷ്യം പറയാൻ വരുന്നു പറഞ്ഞപ്പോൾ ഞാൻ കൂടെ പോകുന്നതാണ്. അപ്പോൾ എനിക്ക് 6 നിയോഗങ്ങൾ വെച്ചതിൽ ഒരു നിയോഗം മാത്രമാണ് എനിക്ക് മാതാവ് മാറ്റി തന്നത്. എൻ്റെ ഭാര്യയ്ക്ക് 10 വർഷമായിട്ട് മുകളിലേക്ക് നോക്കുവാനോ താഴെ കുനിയുവാനോ വെയിലത്ത് നടക്കുവാനോ ബസ്സിൽ കയറുവാനോ കയറ്റം കയറുവാനോ ഒന്നും സാധിക്കുമായിരുന്നില്ല. തല പാളിപ്പോവും. കുട്ടികൾ നടക്കുന്ന പോലെ വെച്ച് വീണു പോവും. പല മരുന്നുകളും കഴിച്ചിരുന്നു. കഴിക്കുമ്പോൾ കുറവുണ്ടാവും, അത് കഴിഞ്ഞാൽ വീണ്ടും ഇതേപോലെ സംഭവിക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഇവിടെ ഈ ഉടമ്പടി എടുക്കാൻ വന്നത്. ഉടമ്പടി എടുത്ത് തൈലം നെറ്റിയിൽ പുരട്ടുകയും ഉപ്പും തേനും ഉപയോഗിക്കുകയും ചെയ്തതിന് ശേഷം 1 മാസത്തിനുള്ളിൽ തന്നെ എൻ്റെ ഭാര്യയുടെ ഈ അസുഖം മാറിക്കിട്ടി. ഇപ്പോൾ ഈ 6 മാസമായിട്ട് ഇതുവരെയായിട്ടും ഈ അസുഖം വന്നിട്ടില്ല.